ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കോയമ്പത്തൂർ ആട്ടോ, ഉക്കടം മാർക്കറ്റ്. നമ്മൾ കാറിൻ്റെ എല്ലാ പാർട്സ്, കാർ മാത്രമല്ല കേട്ടോ, കാറ്, ബൈക്ക്, ടൂ വീലേഴ്സ്, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ്, പിന്നെ നമുക്ക് വേണ്ട വീട്ടിലത്തെ ഐറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലംബിങ്ങിൻ്റെ ഐറ്റംസ് ആയിക്കോട്ടെ, ലൈറ്റ്, വണ്ടിയുടെ ലൈറ്റ്സ്, ഗാർഡ്, പിന്നെ നമുക്ക് സ്ക്രൂ, നട്ട്, ബോൾട്ട്, ഇനി ഇല്ലാത്ത സാധനമില്ല കേട്ടോ. ചെയിനാണെന്ന് വെച്ചാൽ ചെയിന്, നമ്മൾ ജാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, വയർ, ഇനി എന്തൊക്കെ സാധനങ്ങൾ വേണം വെച്ചാൽ ഈ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. ഐറ്റം മാർക്കറ്റ് കേട്ടോ അത്. സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അക്സസറീസൊക്കെ നമ്മൾ അവിടെ നിന്ന് പുറത്തുനിന്ന് തന്നെ ചെയ്യിപ്പിക്കുകയെന്ന് വെച്ചാൽ നല്ല പൈസയാവും. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് പോകുകയാണെന്ന് വെച്ചാൽ നമുക്ക് ചുളിവിൽ സാധനം കിട്ടും കേട്ടോ. കോയമ്പത്തൂർ മാർക്കറ്റ്, ഉക്കടം മാർക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞാൽ ഉക്കടത്തുനിന്ന് നടക്കേണ്ട ദൂരമുള്ളൂ കേട്ടോ. ഒരു റൗണ്ട് അബൌട്ടിൽ വന്ന് നടക്കേണ്ട ദൂരമുള്ളൂ. ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലായിട്ടാണ് വരിക. 1.5 മാർക്കറ്റ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഐറ്റംസ് അറിയോ, ഒരുപാട് ഐറ്റംസ്, ചുറ്റിക, കത്തി, എന്തൊക്കെ ഇനിയിപ്പോൾ ഇല്ലാത്ത സാധനമൊന്നുമില്ല കേട്ടോ. അതേ കാണുന്ന മൽഗാർഡ്, വണ്ടിയുടെ എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 1500 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് പോകും. അത്രയും നല്ല ഐറ്റംസ് കിട്ടും. ഇതൊക്കെ നോക്കി, ചങ്ങലകൾ നോക്കി, വണ്ടിയിൽ ഇപ്പോൾ ജാക്കി കെട്ടി വലിക്കാനുള്ള സാധനം, പഴയ ഡമ്പിളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ്, വണ്ടിയുടെ എന്തൊക്കെ പുതിയ വണ്ടിയുടെ അക്സസറീസ് എല്ലാ സാധനവും കിട്ടും കേട്ടോ. ആർപ്പാൾ, ഇനി ഇല്ലാത്ത സാധനം ഒന്നുമില്ല കേട്ടോ. എമ്മാതിരി ഐറ്റംസ് ആയാലും ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. വീല്, അതുപോലെ തന്നെ വണ്ടികളുടെ വീല്, പിന്നെ നമുക്ക് സൈലൻസർ ആയിക്കോട്ടെ, വണ്ടിയുടെ എന്ത് പാർട്സ് നമ്മൾ സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ സാധനം ഉണ്ടെങ്കിൽ അവർ റെഡിയാക്കി തരും കേട്ടോ. പിന്നെ ജാക്കി, തിരിക്കുന്ന സാധനങ്ങൾ, വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ അയക്കുന്ന സാധനം, സ്പെഷ്യലായിട്ടുള്ളത് ഹൈഡ്രോളിക്കിൽ വരുന്ന സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ എമ്മാതിരി സൈലൻസർ, ഏതൊക്കെ വണ്ടിയുടെ പഴയ സാധനം, കിട്ടാത്ത സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ 2 ദിവസം, ഇപ്പോൾ നമുക്ക് ഇന്നില്ല പറഞ്ഞാൽ അവർ 2 ദിവസത്തിൽ ഒരു സാധനം എടുത്തു തരും. അത്ര ഐറ്റംസ് ഉണ്ട് ഇവരിൽ. ഇതെങ്ങനെ എടുക്കുമെന്ന് വിചാരിക്കണം കേട്ടോ. അവരെ വെച്ചിരിക്കുന്ന ഐറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലാണ് ഇവർ വെച്ചിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിലെടുത്ത് ഇതിന് മുകളിലൊക്കെ നോക്കി എത്ര ഐറ്റം സാധനങ്ങൾ അറിയോ. ഇത് ഫുള്ളും സൈലൻസർ, ഇഞ്ചൻ, ടയർ, പഴയ ടയർ, യൂസ്ഡ് ടയർസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആട്ടോ. നോക്കിയാൽ ഏതൊക്കെ വണ്ടിയുടെ സൈലൻസർ വേണമെന്ന് നമുക്കിവിടെ വന്നാൽ ചുളിവിൽ കിട്ടും. നമ്മൾ പുതിയത് വെക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പൈസ. അലോയ് വീൽ നോക്കിയാൽ, കാറിൻ്റെ ഒക്കെ അലോയ് വീൽ ഇഷ്ടം പോലെയാണ്. എത്ര ഐറ്റംസ് അറിയോ എൻ്റെ പൊന്നു. വന്നു കഴിഞ്ഞാൽ ജാക്സ്, അതുപോലെ തന്നെ സീറ്റ്, ഏതെങ്കിലും വണ്ടിയുടെ സീറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതപ്പോൾ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ ആ കാറിന് അക്സസറീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വന്നെങ്കിൽ. സ്പീക്കർ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കേട്ടോ. ചില്ലറ സാധനങ്ങളൊന്നുമല്ല, ഒരുപാട് പുതിയ ഐറ്റംസ് നമുക്ക് കിട്ടും. വില കുറവിൽ ഹോണ് വാങ്ങിക്കണ ഹോണ് കിട്ടും. ഇപ്പോൾ നോക്കിയാൽ സ്റ്റീർ വേണമെങ്കിൽ, പിന്നെ വണ്ടിയുടെ സ്റ്റീറിങ് മാറ്റണം, അതിന് മേലെ ഒരു കവറ് വേണം, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, പെർഫ്യൂം അതാണ് വെച്ചാൽ അത് കിട്ടും. അങ്ങനെ ഒരുപാട് ഐറ്റംസ് കേട്ടോ. നമുക്ക് ഇനി പ്രതീക്ഷിക്കാം. നമുക്ക് എന്തൊക്കെ വണ്ടിയിൽ പുതിയ ഐറ്റംസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ കടയുടെ പേരും നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ കടയ്ക്കും ഓരോരോ നമ്പർ കേട്ടോ. അത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ 10,000 1500 വണ്ടി കടകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് കൺഫ്യൂഷൻ വരും. നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നേരെ അതിൻ്റെ ഉള്ളിൽ പോയി ഓർമ്മിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് മാത്രം, കടകളുടെ നമ്പർ കാണാൻ ഒരേപോലെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ നോക്കിയാൽ എന്തൊക്കെ സാധനങ്ങളറിയും ഈ കടയുടെ ഉള്ളിൽ. നമ്മൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ 10 കടയിൽ ചോദിക്കണം കേട്ടോ. ഒരു കടയിൽ പോയിട്ട് ഒരിക്കലും സാധനം വാങ്ങിക്കരുത്. പ്രത്യേകിച്ച് ഞാൻ പറയാം, വേറൊരു കടയിൽ കയറി നോക്കാം, അവിടെ വില കുറഞ്ഞ. ഞങ്ങൾക്കൊരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു, ഒരു ഡ്രിൽ ബിറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു. വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയപ്പോൾ 2000 പറഞ്ഞു. അപ്പുറത്തെ കടയിൽ പോയപ്പോൾ 1500 രൂപയ്ക്ക് സെയിം സാധനം ഞങ്ങൾ വേറെ വാങ്ങിച്ചു. അപ്പോൾ 4 നമ്മൾ അതേ സാധനം അതിനെക്കാട്ടിലും ക്വാളിറ്റിയുള്ള ബോഷിൻ്റെ സാധനം ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ 1500 രൂപയ്ക്ക്. പിന്നെ ചുറ്റിക വേണമെങ്കിൽ ചുറ്റിക, പിന്നെ സ്ക്രൂ ഡ്രൈവർ, നല്ല നല്ല കമ്പനി, ടപ്പാരി കമ്പനി നിങ്ങൾക്ക് അറിയാമല്ലോ, കേട്ടാൽ അറിയാം, ഭയങ്കര ഫേമസ് ആണ്. മുംബൈയിലാണ് അത് ഉണ്ടാക്കുന്നത്. ഒറിജിനൽ ടപ്പാരിയുടെ കമ്പനി. സ്ക്രൂ ഡ്രൈവറൊന്നും അതിൻ്റെ ത്രെഡൊന്നും ഒരിക്കലും പോയില്ല, വർഷങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സാധനം, ബാരിങ്സിൻ്റെ വീൽ ബാരിങ്, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെച്ചത് ഈ കട. ഒരുപാട് കടകളുണ്ട് കേട്ടോ. നമുക്ക് സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പിന്നെ പ്ലംബിംഗ് ആയിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് പുതിയ ഒരു കട തുടങ്ങണം, അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് തുടങ്ങണം, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ലൈറ്റും, പിന്നെ സ്ക്രൂ ഡ്രൈവർ, സ്പാനർ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ്, പുതിയ വെറൈറ്റി ഐറ്റംസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു കിറ്റ് എടുക്കുകയെന്ന് വെച്ചാൽ അത്രയും ലാഭം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ലാഭമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മൾ തന്നെ ഒരു 5000-6000 രൂപ സാധനം പെടുത്തു. ജാക്സ് നോക്കി, ഈ വണ്ടിയുടെ അടിയിലൊക്കെ വെച്ച് ചെയ്യുന്ന ജാക്കികളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ നല്ല ചീപ്പായിട്ട് കിട്ടും. പിന്നെ ആക്സോ ബ്ലേഡ്, വലിയ ആക്സോ ബ്ലേഡ് കേട്ടോ, ചെറുതൊന്നുമല്ല, ഇതൊക്കെ വലിയ ആക്സോ ബ്ലേഡാണ്. അതിനൊക്കെ നല്ല വിലക്കുറവാണ് ഇവിടെ, നല്ല വിലക്കുറവാണ്. അപ്പോൾ നോക്കി എത്ര ഐറ്റംസ് അവിടെ തൂക്കിയിട്ടിരിക്കണോ. ഈ കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക്
ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നിൽക്കല്ല, അങ്ങനെയല്ല, രാവിലെ വന്നാൽ വൈകുന്നേരം വരെ നമുക്ക് തിരഞ്ഞാൽ നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ പുതിയൊരു കാർ വാങ്ങിച്ചാൽ സ്റ്റിക്കർ ഒട്ടിക്കണം, പിന്നെ അതിൻ്റെ മാറ്റ്, കാർ മാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് ഐറ്റംസ് നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ കിട്ടും, നല്ല ക്വാളിറ്റി ആയിട്ടുള്ളത് ഉണ്ടാവും. പുറത്തേക്കാട്ടിൽ നമുക്ക് 50% ലാഭം കേട്ടോ. പിന്നെ ഇത് നോക്കിയാൽ കടയുടെ പേര് S10 ആട്ടോ, ഞാൻ കാണിച്ചിട്ട് കടയുടെ പേര് S10. അങ്ങനെ ഒരുപാട് നമ്പർ ഉണ്ട് കേട്ടോ ഓരോ കടകൾക്ക്. S10, S12, S20, S40 അങ്ങനെ 10,000 വരെയുള്ള കടകളുടെ നമ്പേഴ്സാണ് ഇവിടെ. മലയാളികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇത് നോക്കിയാൽ വണ്ടിയുടെ സൈഡിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് പല രീതിയിൽ പല വെറൈറ്റികളിൽ ലൈറ്റ് കത്തുന്നതും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് കമ്പനിയുടെയാണ് മോഡലും ആ ഇയറും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ വെറൈറ്റി ആയിട്ടുള്ള സാധനം നമുക്ക് എടുത്ത് തരും. കണ്ട ഐറ്റംസ് കണ്ട ഇഷ്ടം പോലെ ഐറ്റംസാണ്. ടയർ വാങ്ങിച്ച ടയർ, വണ്ടീൻ്റെ മറ്റേ നമ്മുടെ ഹാൻഡിലിൽ ഇടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ വിലക്കുറവാണ്. ഇത് നോക്കിയിട്ടൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആട്ടോ, പറഞ്ഞ വിശ്വസിക്കുമോ. ബുള്ളറ്റിൽ വരുന്നതും പിന്നെ പൾസറിൽ വരുന്നത്, ഇപ്പോഴത്തെ ഡ്യൂക്കിൽ വരുന്നത്, അങ്ങനെ പല മോഡലിലുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ വെറൈറ്റി. സൈലൻസർ നോക്കിയാൽ ഇപ്പോൾ ഇതിൽ വരുന്ന സൈലൻസർ ആട്ടോ, നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന സൈലൻസർ ഇല്ല. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ പറ്റില്ല, പുറം രാജ്യത്തൊക്കെ അല്ല, മീൻസ് സോറി കോഴിക്കോട്, കേരളത്തിൽ പറ്റില്ല. കോയമ്പത്തൂരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ വെക്കുന്നുണ്ട് കേട്ടോ, ആൾക്കാർ വെക്കുന്നുണ്ട്, പോലീസ് പിടിക്കുകയും ചെയ്യും, അത് വേറെ വിഷയം. അതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല ചില ആൾക്കാരൊന്നും. അപ്പോൾ അങ്ങനെ ക്രേസുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടും. ഉക്കടം മാർക്കറ്റ് ചോദിച്ചാൽ, പഴയ മാർക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ വന്ന് വാങ്ങിക്കാൻ പറ്റും. ഗാന്ധിനഗറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മിക്സി ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടുന്ന ഐറ്റംസും ഉണ്ട്, അതിൻ്റെ പാർട്സ്. പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ ജാറ്, അങ്ങനത്തെ എന്തെങ്കിലും വേണം ചീപ്പ് ലെവലിൽ ഇത് കിട്ടും. അങ്ങനത്തെ കടകളും ഉണ്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും വരുവാണെങ്കിൽ കോയമ്പത്തൂർ വന്നിട്ട് ഇങ്ങനത്തെ സാധനം നോക്കിയാൽ സ്ക്രൂ ഡ്രൈവർ, ടപ്പാരുടെ സ്ക്രൂ ഡ്രൈവറൊക്കെ നല്ല വിലക്കുറവാട്ടോ. വലിയ വലിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. നമ്മുടെ ഈ മറ്റേ ഗ്രൈൻഡിങ് വീല്, പിന്നെ അങ്ങനത്തെ മിഷൻസ്, പിന്നെ ഇത് ബോഷിൻ്റെ സാധനം കണ്ടോ, ഡ്രിൽ ബിറ്റൊക്കെ വരുന്ന, ഡ്രിൽ മെഷീനൊക്കെ വരുന്ന കണ്ടോ. ഇതിനൊക്കെ 1000 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ നോക്കി എടുക്കാൻ അറിയണം. വന്നു കഴിഞ്ഞാൽ ചില കടകളിലൊക്കെ പോകുമ്പോൾ 2000 ഒക്കെ പറയും. അപ്പോൾ നമ്മൾ നോക്കുക, ശ്രദ്ധിക്കുക, വരുന്ന സമയത്ത് നോക്കിയും കണ്ടൊക്കെ എടുക്കുക. കോയമ്പത്തൂർ പഴയ ഉക്കടം മാർക്കറ്റാണ്. അപ്പോൾ അത് ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുക, വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. എന്തായാലും தெரியாது, சும்மா வந்தா സൈലൻസർ ഇനി ഇല്ലാത്തൊന്നുമില്ല, എല്ലാം ഉണ്ടാവും.